السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد. ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയ സുഹൃത്തുക്കളെ, എസ്പെറൻസയുടെ ഈ ധന്യവേദിയിൽ പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ദുർബല മനുഷ്യരാണ് എന്ന വിഷയത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രകൃതി ദുരന്തം എന്നുള്ളത് എല്ലാവരെയും ബാധിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടുതലായി അനുഭവിക്കുന്നത് ദുർബലരായ മനുഷ്യരാണ്. ഈ അടുത്ത കാലത്ത് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും, കടലോര പ്രദേശങ്ങളിൽ കടലാക്രമണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഇതിനൊക്കെ കാരണം കൃത്യമായ അന്വേഷണം നടത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പ്രകൃതിയുടെ കാവൽക്കാരനാകേണ്ട മനുഷ്യൻ അവൻ്റെ ആർത്തി മൂലം പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ ആ പ്രകൃതി തന്നെ പ്രതികരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കപ്പെടുന്നതും. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായ വയനാടിലെ 2 ഗ്രാമങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയും വിധം അതിരൂക്ഷമായ ഉരുൾപൊട്ടലുണ്ടായി. ഇതിൻ്റെയൊക്കെ പിന്നിൽ മനുഷ്യന്റെ അധികമായ ഇടപെടൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യ കരം കൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ ദുരന്തങ്ങൾക്കും കാരണം. കഴിഞ്ഞുപോയ നമ്മുടെ മുൻഗാമികളായ മനുഷ്യന്മാർ വളർത്തിയെടുത്ത ഈ പരിസ്ഥിതിയെ നമ്മളിലേക്ക് അവർ കൈമാറി. ഇത് അവർ നമുക്ക് തന്നൊരു അമാനത്താണ്. നമ്മുടെ ഭാവി തലമുറയിലേക്ക് നാം ഇതിനെ കൈമാറേണ്ടതുണ്ട് എന്ന ബോധത്തോടെ ആയിരിക്കണം പ്രകൃതിയോടുള്ള സമീപനങ്ങളും പെരുമാറ്റങ്ങളും. അതേസമയം വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നെൽപ്പറമ്പുകളും വയലുകളും കൃഷിത്തോട്ടങ്ങളും എല്ലാം മായ്ച്ചു കളയുമ്പോൾ പ്രകൃതിയുടെ നിലനിൽപ്പിൽ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമാധാനമായി ഒഴുകിയിരുന്ന അരുവികൾക്ക് മുമ്പിൽ തടയണുകൾ നിർമ്മിച്ചപ്പോഴാണ് മുല്ലപ്പെരിയാർ നമുക്ക് ഭീഷണിയായി മാറിയത്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുമ്പോൾ ഇതിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് ദുർബലരായ മനുഷ്യരാണ്. ഇത് എല്ലാ സമൂഹവും അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് അധികാരികളും സമ്പന്നരായാലും എല്ലാവരും ഇതിനെ അനുഭവിക്കും. എന്നാൽ അവർക്ക് അതിനെ നേരിടാനുള്ള സാമൂഹികമായ സാമ്പത്തികമായ ശേഷിയുണ്ടാവും. പക്ഷേ സാമൂഹികമായും സാമ്പത്തികമായും ദുർബലരായ ഗ്രാമങ്ങളിലെ കുടിലുകളിൽ താമസിക്കുന്ന, ആകാശം മേൽക്കൂരയായി താമസിച്ചു കൊണ്ടിരിക്കുന്ന പട്ടിണി പാവങ്ങളും ദരിദ്രരും ആദിവാസി സമൂഹങ്ങളും അടിസ്ഥാന സൗകര്യമില്ലാത്തവരുമാണ് ഇതിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതിനൊരു പരിഹാരം അനിവാര്യമാണ്. സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്ന നടപടികൾ സ്വീകരിക്കണം. അതുപോലെ രക്ഷാപ്രവർത്തന പരിശീലന സജ്ജമാക്കണം. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പ്രകൃതി ദുരന്തത്തിന്റെ കാരണങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും എല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇങ്ങനെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ചെയ്തു കൊടുക്കണം.
ഇനിയും ഞങ്ങൾ ഈ മുന്നറിയിപ്പുകൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മുടെ നാടുകൾ കേവലം ചരിത്രത്തിന്റെ താളുകളിൽ ഒതുങ്ങിക്കൊണ്ട് ദർശിക്കാൻ പറ്റാത്ത വിധം ദുരന്തങ്ങൾക്കിരയായിക്കൊണ്ടേയിരിക്കും എന്ന് നാം മനസ്സിലാക്കണം. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആയിരങ്ങളെ കൊന്നൊടുക്കാൻ കാരണക്കാരനായ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ 53-ാം വയസ്സിൽ ജർമ്മനിയിലെ യൂണിറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ ഞാനൊരു കർഷകനായി ജീവിക്കുമെന്നാണ്. നമ്മൾ പ്രകൃതിയുടെ കാവൽക്കാരാണ്. അതിനെ സംരക്ഷിക്കൽ നമ്മുടെ കടമയാണ്. അതുകൊണ്ട് നാം ഇതിനെ സംരക്ഷിക്കുകയും നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ഇതിനെ കൈമാറുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, ഈ മത്സരം കഴിഞ്ഞാലുടൻ പ്രധാന വേദിയിൽ ജനറൽ ഇൻസ്പിറേഷണൽ ടോക്ക് ആരംഭിക്കും. മത്സരാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യുക.